പ്രോസ്പെരിറ്റി കാര്യം പറയുന്നത് നേരെ തിരിച്ചാ. ഒന്നും ഇല്ലാത്തവനെ ദൈവം കനാനിൽ ഏതാണ്ട് വലിയ ആളാക്കി. ഞാൻ ഇവരോട് ചോദിക്കാറുള്ളൊരു ചോദ്യമുണ്ട്. കനാൻ നാട്ടിൽ എവിടാ അബ്രഹാം താമസിച്ചത്? കൂടാരത്തിൽ, അല്ല കൊട്ടാരത്തിലല്ല. കൊട്ടാരം പോലുള്ള വീടുകൾ ഹാരാനിലുണ്ടായിരുന്നു, പക്ഷേ കനാൻ നാട്ടിൽ ചെന്ന് കൂടാരത്തിൽ പാർത്തു. പിന്നെ വേറൊരു കാര്യം, ദേശം കൊടുക്കാമെന്ന് കർത്താവ് പറഞ്ഞു, പക്ഷേ തൻ്റെ ജീവിതകാലത്ത് അവന് ഒന്നും കിട്ടിയില്ല. സ്വന്തം ഭാര്യയെ അടക്കാൻ ഒരു തുണ്ട് ഭൂമി പോലും ഇല്ലാത്തവനായാണ് ഈ കനാൻ നാട്ടിൽ അബ്രഹാം ജീവിച്ചത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. കാരണം എന്താ? അവൻ്റെ ദർശനം വലുതായിരുന്നു. ഇബ്രായ ലേഖനം വായിക്കുമ്പോൾ അവരോ അധികം നല്ലതിനെ, സ്വർഗീയമായതിനെ തന്നെ കാംക്ഷിച്ചിരുന്നു. ഈ പ്രോസ്പെരിറ്റി പ്രീച്ചേഴ്സിനോട് ഞാൻ പറയട്ടെ, നിങ്ങൾ ഈ ഭൂമിയിലെ കാര്യങ്ങൾ വിവരിച്ച് ജനങ്ങളെ വഞ്ചിക്കാതെ ഉയരത്തിലുള്ളതിനെക്കുറിച്ചൊന്ന് പറ. അവരോ അധികം നല്ലതിനെ, സ്വർഗീയമായതിനെ തന്നെ കാംക്ഷിച്ചിരുന്നു. ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുള്ളതുമായ പട്ടണത്തെ കാത്തിരുന്നു. അതാണ് നമുക്ക് വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്നത്. ഈ ഭൂമിയിലെ മഹാസമ്പത്തുക്കളല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അത് പറഞ്ഞ് ഈ ജനങ്ങളെ നിങ്ങൾ കളിപ്പിക്കരുതെന്ന് മാത്രമല്ല, ആ സ്വർഗത്തിൽ നിന്ന് അവരുടെ നോട്ടം, സാധാരണക്കാരായ പാവപ്പെട്ട വിശ്വാസികളുടെ നോട്ടം സ്വർഗത്തിൽ നിന്ന് മാറ്റി ഈ ഭൂമിയിലേക്ക് ആക്കരുത്. കൊലോസ്യ ലേഖനം വായിക്കുമ്പോൾ ഭൂമിയിലുള്ളതല്ല, ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പീൻ. ഇന്നിപ്പോൾ ആൾക്കാർ പറയുന്നത് ഉയരത്തിലുള്ളതല്ല, ഭൂമിയിലുള്ളത് ആലോചിക്കുക. ഇവിടെ ഇല്ലാത്തത് എന്തിനാണ് അവിടെ? ഇവിടെ നിനക്ക് ദൈവം അത് തരും, ആന തരും, ചേന തരുമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. ഉയരത്തെക്കുറിച്ച്, സ്വർഗീയമായതിനെക്കുറിച്ച് ഒരു ദർശനത്തോടു കൂടെയാണ് അബ്രഹാം പുറപ്പെടുന്നത്. കനാൻ നാട് തരാമെന്ന് പറഞ്ഞ് അബ്രഹാമിനോട് പറഞ്ഞിട്ട് പോലും ദൈവം കൊടുത്തില്ല. കൊടുക്കാഞ്ഞതിന് ഒരൊറ്റ സ്ഥലത്ത് പോലും അബ്രഹാം പരാതി പറയുന്നില്ല. ശ്രദ്ധിച്ചിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് പരാതി പറയാത്തത്? അവരോ അധികം നല്ലതിനെ, സ്വർഗീയമായതിനെ കാംക്ഷിച്ചു. സ്വർഗത്തിൻ്റെ ഒരു ദർശനം ഉണ്ടാകുമ്പോഴാണ് ഈ ഭൂമിയിലുള്ളതൊന്നും അല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. സ്വർഗീയ ദർശനം ഇല്ലാത്തവനാ ഇതിൻ്റെ പുറകെ അങ്ങ് ചാടിപ്പിടിച്ച് കിടക്കുന്നത്, കമന്ന് കിടക്കുന്നത്. കാറ, വീട് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് കമന്ന് കിടക്കുന്നത് ആരാന്നറിയാമോ? സ്വർഗീയ ദർശനം ഇല്ലാത്തവനാ. നിനക്ക് ആവശ്യമുള്ളതൊക്കെ കർത്താവ് തരും. ആവശ്യമുള്ളത്, നിന്റെ അത്യാഗ്രഹങ്ങളല്ല, ആവശ്യമുള്ളത്. മൈ ഗോഡ് ഷാൽ സപ്ലൈ ഓൾ യുവർ നീഡ്സ്. ഗ്രീഡ്സ് അല്ല, നീഡ്സ്, അക്കോർഡിംഗ് ടു ഹിസ് റിച്ചസ് ഇൻ ഗ്ലോറി. നമ്മുടെ നീഡ്സ്, നമ്മുടെ ആവശ്യങ്ങൾ, അത് കർത്താവ് തരും. പക്ഷേ ആത്യന്തികമായി ഞാൻ സ്വർഗത്തിന് വേണ്ടിയുള്ളവനാണ് എന്ന തിരിച്ചറിവുണ്ടാകുമ്പോൾ ഇതിനെ ഉപേക്ഷിക്കാൻ നമുക്ക് യാതൊരു പ്രയാസവുമില്ല. ഹല്ലേലൂയ. ഞാൻ പറയട്ടെ പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വലിയ യാഥാർത്ഥ്യം, അബ്രഹാം വ്യത്യസ്തനായിരുന്നു. അന്ന് വരെ ഉണ്ടായിരുന്ന അവൻ്റെ കൂട്ടുകാരേക്കാൾ, അവൻ്റെ പിതൃഭവനത്തേക്കാൾ, അവൻ്റെ ദേശത്തിലെ ആളുകളെക്കാൾ ഡിഫറൻ്റായിരുന്നു അബ്രഹാം. വ്യത്യസ്തനായിരുന്നു. കാര്യം അവന് സ്വർഗീയ ദർശനമുണ്ടായിരുന്നു. അവൻ്റെ ജീവിതത്തിൽ ഒരു പാളിച്ചയും പറ്റിയിട്ടില്ലെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ അവനൊരു സ്വർഗീയ ദർശനം ഉണ്ടായിരുന്നു. അവൻ്റെ കൂടെ ലോത്തും പോയെന്ന നമ്മൾ ഉൽപ്പത്തി ദിവസം 12-ാം അധ്യായത്തിൽ അതിൻ്റെ 4-5 വാക്യങ്ങൾ വായിക്കുമ്പോൾ യഹോവ തന്നോട് കൽപ്പിച്ചതുപോലെ അബ്രഹാം പുറപ്പെട്ടു, ലോത്തും അവനോടുകൂടെ പോയി. ഞാനിത് വായിച്ചപ്പോൾ ചിന്തിച്ചു, ലോത്തിനെ കൊണ്ടുപോയെന്നല്ല എഴുതിയിരിക്കുന്നത്, ലോത്തും അവനോടുകൂടെ പോയി. ലോത്ത് ചിന്തിച്ചു, ഇവൻ ഈ ഹാരാനി താമസിച്ചിട്ട് തന്നെ ഇവൻ്റെ കാശിന് കണക്കും കഴിയില്ല. ഇനി ദൈവം പറഞ്ഞ സ്ഥലത്തേക്ക്, കനാൻ നാട്ടിലേക്കൊക്കെ പോവുകയാണെങ്കിൽ എന്തോ ആയിരിക്കും. എന്നാൽ പിന്നെ ഇവൻ്റെ കൂടെ പോയേക്കാമെന്ന് ചിന്തിച്ചു. നോക്കുക, ലോത്ത് ദൈവത്തെ കണ്ടിട്ടില്ല. അബ്രഹാം ദൈവത്തെ കണ്ട് ഇറങ്ങിയവനാണ്. ലോത്ത് ദൈവത്തെ കണ്ടവനെ കണ്ടിറങ്ങിയതാണ്. ഇന്നും അതുപോലെ ഒത്തിരി ഉണ്ട്. ദൈവത്തെ കണ്ടിറങ്ങുന്നവനും ഉണ്ട്, ദൈവത്തെ കണ്ടവനെ കണ്ടിറങ്ങുന്നവരും ഉണ്ട്. ദൈവത്തെ കണ്ടിറങ്ങിയവന് യാതൊരു രീതിയിലും ദൈവത്തെ വിട്ടുകളയുകയില്ല. ദൈവത്തെ കണ്ടിറങ്ങിയവനെ കണ്ടിറങ്ങുന്നവൻ ചിലപ്പം ഭൂമിയിലുള്ളതൊക്കെ കാണുമ്പോൾ അവൻ മാറിയെന്നിരിക്കും. ലോത്തിൻ്റെ കാര്യത്തിൽ അതൊക്കെ തന്നെയാണ് സംഭവിക്കുന്നത്. നമ്മളതിനെക്കുറിച്ച് പറയാം. എന്നാൽ അബ്രഹാം വ്യത്യസ്തനായിരുന്നു എന്നുള്ളതാണ്. ലോത്തിൽ നിന്ന് അവൻ വ്യത്യസ്തനായിരുന്നു. മറ്റ് ജനങ്ങളിൽ നിന്ന് അവൻ വ്യത്യസ്തനായിരുന്നു. ലോത്തിൽ നിന്നും അവൻ വ്യത്യസ്തനായിരുന്നു. അബ്രഹാമിൻ്റെ ബന്ധം, ലോത്ത് കൂടെ വന്നു, സാറ കൂടെ വന്നു എന്നുള്ളതൊക്കെ ശരിയാണെങ്കിലും അബ്രഹാമിനെ സംബന്ധിച്ചിടത്തോളം ആ ദൈവബന്ധമാണ് അവനെ വഴി നടത്തിയത് മുഴുവൻ. ദൈവവുമായിട്ടുള്ള ആ റിലേഷൻ,
ഈ 12-ാം അധ്യായത്തിൽ തന്നെ അതിൻ്റെ 7-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, യഹോവ അബ്രഹാമിന് പ്രത്യക്ഷനായി നിന്റെ സന്തതിക്ക് ഞാൻ ഈ ദേശം കൊടുക്കുമെന്ന് അരുളി ചെയ്തു. അത് കനാൻ നാട്ടിൽ ചെന്നതിന് ശേഷമാണ്. കനാൻ ദേശത്ത് എത്തി. അവിടെ ചെന്നപ്പോൾ കർത്താവ് യഹോവ അബ്രഹാമിന് പ്രത്യക്ഷനായി. യഹോവ പ്രത്യക്ഷനായതൊന്നും ലോത്ത് കണ്ടിട്ടില്ല, പക്ഷെ അബ്രഹാം കണ്ടു. അബ്രഹാം എന്ത് ചെയ്തു? തനിക്ക് പ്രത്യക്ഷനായ യഹോവയ്ക്ക് അവൻ അവിടെ ഒരു യാഗപീഠം പണിതു. യാഗപീഠത്തെക്കുറിച്ച് നമ്മൾ നോഹയുടെ കാര്യത്തിലും പറഞ്ഞതാണല്ലോ. ആ കാര്യത്തെക്കുറിച്ച് എന്താണ് യാഗപീഠം പണിയുമ്പോൾ അതിൻ്റെ അർത്ഥം? അവൻ പറയുകയാണ്, ദൈവമേ, ഇനി ഞാൻ എൻ്റെ വകയല്ല, ഞാൻ നിൻ്റെ വകയാണ്. എൻ്റെ ഉടമസ്ഥാവകാശം ഞാൻ നിനക്ക് തരുന്നു. ഇനി ഞാൻ എന്ത് ചെയ്യണം അത് നീ പറയണം. നീ പറയുന്നതൊഴികെ വേറെ ഒന്നും ഞാൻ ചെയ്യില്ല. ഞാൻ നിൻ്റെ വകയാണ്. തനിക്ക് പ്രത്യക്ഷനായ യഹോവയ്ക്ക് അവൻ ഒരു യാഗപീഠം പണിതു. പ്രിയമുള്ളവരെ, ദൈവപ്രത്യക്ഷത നല്ലതാണെങ്കിലും നമ്മുടെ ഭാഗത്ത് നിന്ന് ഒരു യാഗപീഠം പണിയേണ്ടത് ആവശ്യമാണ്. അഥവാ നമ്മളെ തന്നെ ദൈവത്തിന് ഏൽപ്പിച്ചു കൊടുക്കുകയും നമ്മുടെ ഉടമസ്ഥാവകാശം കൈമാറ്റം ചെയ്യുകയും വേണം. നമ്മുടെ ഉടമസ്ഥാവകാശം കൈമാറ്റം ചെയ്യണം. ദാറ്റ് ഈസ് എ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്. ഇന്ന് ഞാൻ ഈ വാക്കുകളെ പറയുമ്പോൾ നിങ്ങൾ ഓർക്കണം, ഉടമസ്ഥാവകാശം നമ്മൾ കൈമാറ്റം ചെയ്യണം. ഞാൻ പറഞ്ഞല്ലോ, അതാണ് യേശുവിനെ കർത്താവാക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം. യേശുവിനെ ഞാൻ കർത്താവാക്കുമ്പോൾ എൻ്റെ ഉടമസ്ഥാവകാശം ഞാൻ കർത്താവിന് കൈമാറ്റം ചെയ്യുകയാണ്. തനിക്ക് പ്രത്യക്ഷനായ യഹോവയ്ക്ക് അബ്രഹാം ഒരു യാഗപീഠം പണിതു. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള യാഗപീഠം പണിതിട്ടുണ്ടോ? നമ്മുടെ പ്രസംഗകരൊക്കെ ആലോചിക്കണം. നിങ്ങൾ ഈ വലിയ വലിയ കാര്യങ്ങൾ പറയുമ്പോൾ കർത്താവ് നിനക്ക് അത് തരും, ഇത് തരും, നിനക്ക് കാറ് തരും, വീട് തരും, BMW വരുമെന്നൊക്കെ പറയുമ്പോൾ, ഇല്ല, അതൊന്നും അല്ല വിഷയം. യാഗപീഠം പണിയാൻ പറയാം ആൾക്കാരോട്. കല്ലും മണ്ണും കൊണ്ട് പണിയാനല്ല. ഉടമസ്ഥാവകാശം ദൈവത്തിന് കൈമാറ്റം ചെയ്യാൻ അതിനെക്കുറിച്ചുള്ള കൃത്യമായ ടീച്ചിങ് ഉണ്ടാകണം. യേശുവിനെ കർത്താവെന്ന് പഠിപ്പിക്കണം, ഉടമസ്ഥനെന്ന് പഠിപ്പിക്കണം. ഇനി നിനക്ക് നിന്റെ സ്വന്തം ജീവിതമില്ല എന്നുള്ളത് കൃത്യമായിട്ട് പഠിപ്പിക്കണം. ഈ പ്രോസ്പെരിറ്റി പ്രീച്ചേഴ്സിനോട് ഞാൻ പറയട്ടെ, തൻ്റെ ഇടമുണ്ടെങ്കിൽ അത് പഠിപ്പിക്ക്. നിന്റെ ഉടമസ്ഥൻ ദൈവമാണ്, അതുകൊണ്ട് ഇനി നിനക്ക് നിൻ്റേതായ ജീവിതമില്ല എന്ന് പറഞ്ഞ് പഠിപ്പിച്ച യേശുവിനെ ഓരോ നിമിഷത്തിലും കർത്താവായി കൊണ്ടു നടക്കുവാൻ, അതാണ് യഥാർത്ഥ ക്രിസ്തീയ ജീവിതം. അതാണ് പഠിപ്പിക്കേണ്ടത്, അതാണ് നമ്മൾ പറയേണ്ടത്, അതാണ് നമ്മൾ അനുഭവിക്കേണ്ടത്. എൻ്റെ വാക്കുകളെ കേൾക്കുന്ന ആരെങ്കിലും ഇതുവരെ ഉടമസ്ഥാവകാശം കർത്താവിന് കൊടുത്തില്ലെങ്കിൽ ഞാൻ പറയട്ടെ, നിങ്ങളുടെ ക്രിസ്തീയ ജീവിതം ദൈവം ഉദ്ദേശിക്കുന്ന നിലയിലേക്ക് വളർന്നിട്ടില്ല. നമ്മുടെ ഉടമസ്ഥാവകാശം നമ്മൾ കർത്താവിന് കൊടുക്കണം. തനിക്ക് പ്രത്യക്ഷനായ യഹോവയ്ക്ക് അവനൊരു യാഗപീഠം പണിതു. ദേശം കണ്ടിറങ്ങുന്നവരുണ്ട്, എന്നാൽ അബ്രഹാം ദേശം കണ്ടല്ല ഇറങ്ങിയത്. ദേശം കിട്ടും, കാറ് കിട്ടും, വീട് കിട്ടുമെന്നൊക്കെയായിരുന്നു പ്രസംഗം തന്നെ. അതായിപ്പോയി. അങ്ങനെയൊക്കെ പറഞ്ഞ് യേശുവോ അപ്പോസ്തലന്മാരോ ഇത് പറഞ്ഞ് പ്രസംഗിച്ച് ആളുകളെ വശത്താക്കിയിട്ടില്ല. വല്ല അസുഖം വല്ല ഉള്ളവന് കർത്താവ് സൗഖ്യം കൊടുത്തെന്നുള്ളതൊക്കെ ശരിയായിരിക്കും. പക്ഷെ നമ്മൾ ഈ പറയുന്ന ഭൗമിക സമൃദ്ധി പറഞ്ഞ് യേശുവോ അപ്പോസ്തലന്മാരോ പ്രസംഗിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ പ്രസംഗങ്ങൾ ദൈവികമാണെന്ന് നമുക്ക് പറയാൻ, അല്ലെങ്കിൽ ഡിസ്റ്റോർട്ടഡ് ആണ്. ദൈവമൊക്കെ അതിനിടയ്ക്കൊക്കെ കാണുമായിരിക്കും, പറയുമ്പോഴൊക്കെ ദൈവത്തിൻ്റെ കാര്യമൊക്കെ പറയുമായിരിക്കും. പക്ഷെ ഡിസ്റ്റോർട്ടഡ് മെസ്സേജസ് ആണ്, വ്യതിചലിച്ച മെസ്സേജസ് ആണ്. ആ വ്യതിചലിച്ച സന്ദേശങ്ങൾ കേട്ട് നമ്മൾ അതിൽ പെട്ടുപോകരുത്. നമ്മൾ വ്യത്യസ്തരായിരിക്കണം. സ്വർഗീയമായതിനെ കാംക്ഷിക്കുന്ന ഒരു അവസ്ഥ നമുക്കുണ്ടാകണം. ഇങ്ങനെയുള്ളവർക്കും ജീവിതത്തിൽ ചിലപ്പം പാളിച്ചകൾ ചിലപ്പം ഉണ്ടാകത്തില്ലെന്ന് ഞാൻ പറയുന്നില്ല. ഏത് ആത്മീയരായ ആളുകൾക്കും പാളിച്ചകൾ പറ്റാം. നമ്മൾ അതിൻ്റെ 12-ാം അധ്യായത്തിൽ തന്നെ അതിൻ്റെ 9-ാമത്തെ വാക്യത്തിൽ അബ്രഹാം പിന്നെയും തെക്കോട്ട് യാത്ര ചെയ്തുകൊണ്ടിരുന്നു. ദേശത്ത് ക്ഷാമമുണ്ടായി. ദേശത്ത് ക്ഷാമം കഠിനമായി തീർന്നതുകൊണ്ട് അബ്രഹാം മിസ്രൈമിൽ ചെന്ന് പാർപ്പാൻ അവിടേക്ക് പോയി. ദൈവത്തിൻ്റെ വാക്ക് കേട്ട് ഇറങ്ങിയവനാ. അവിടെ ചെന്നപ്പോൾ ക്ഷാമം ഉണ്ടായെന്ന്. ഹാരാനിൽ ക്ഷാമമൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഈ ദേശത്ത് വന്നപ്പോൾ ഇവിടെ എന്തുണ്ട്? ക്ഷാമമുണ്ട്. ചിലപ്പോൾ ആത്മീയ അനുഭവങ്ങളിലേക്ക് നമ്മൾ ആകർഷിക്കപ്പെട്ട് വന്ന് വിശ്വാസത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ പലപ്പോഴും ക്ഷാമം ഉണ്ടാകും. ക്ഷാമം ഉണ്ടാവുകയില്ലെന്നൊക്കെ ആയിരിക്കും പ്രോസ്പെരിറ്റിക്കാരൻ പ്രസംഗിക്കുന്നത്. കഷ്ടം ഉണ്ടാവുകയില്ല. കർത്താവ് പറഞ്ഞു ലോകത്തിൽ നിങ്ങൾക്ക്
കഷ്ടമുണ്ട്. ഇവർ പറയുന്നു കഷ്ടം ഉണ്ടാവുകയില്ല. ആര് പറഞ്ഞതാ നിങ്ങൾ വിശ്വസിക്കുന്നത്? ഇപ്പം നമുക്ക് കഷ്ടമുണ്ട്, പ്രയാസമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. കഷ്ടങ്ങളുണ്ട്. ആത്മീയതയിലേക്ക് വന്നു കഴിഞ്ഞാൽ എല്ലാം സ്മൂത്തായിട്ട് പോകുമെന്നൊന്നും ആരും ചിന്തിക്കണ്ട. കർത്താവിൻ്റെ ശബ്ദം കേട്ട് കർത്താവിനെ കണ്ട് ഇറങ്ങിയ അബ്രഹാമിൻ്റെ ജീവിതത്തിൽ കർത്താവിനെ അനുസരിച്ച് അവൻ പറഞ്ഞ ദേശത്ത് വന്നു കഴിഞ്ഞപ്പോൾ ക്ഷാമം ഉണ്ടായെന്ന്. അപ്പം അതൊക്കെ ഉണ്ടാകാം. പക്ഷേ ദൈവം ഉദ്ദേശിക്കുന്നത് ക്ഷാമം ഉണ്ടായാലും അവിടെ നിൽക്കണമെന്നാണ്. അന്നേരം അബ്രഹാം ദൈവത്തോട് ആലോചന ചോദിച്ചില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ചിലപ്പം ആത്മീകരായ ആളുകൾക്ക് പോലും ചില സമയത്ത് നമ്മൾ ദൈവാലോചന കേൾക്കാതെയൊക്കെ പോകാനുള്ള സാധ്യതയുണ്ട്. അബ്രഹാമിന് പോലും പറ്റി. അബ്രഹാം ദൈവത്തോട് ആലോചന ചോദിച്ചില്ല. കർത്താവേ ക്ഷാമമാണല്ലോ, ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചില്ല. ചോദിച്ചായിരുന്നെങ്കിൽ ദൈവം ഒരിക്കലും നീ മിസ്രൈമിൽ പോകാൻ പറയത്തില്ലായിരുന്നു. ദേശത്ത് ക്ഷാമം ഉണ്ടായി. ദേശത്ത് ക്ഷാമം കഠിനമായി തീർന്നതുകൊണ്ട് അബ്രഹാം മിസ്രൈമിൽ ചെന്ന് പാർപ്പാൻ അവിടേക്ക് പോയി. അബ്രഹാം പോയതാ, ദൈവം കൊണ്ടുപോയതല്ല. അബ്രഹാം പോയി. അവിടെ എഴുതിയിരിക്കുന്നത് ഹി വെന്റ് ഡൗൺ ടു ഈജിപ്റ്റ് എന്നാണ്. ഈ വേദപുസ്തകത്തിലെ എഴുത്തുകാരൊക്കെ എഴുതുന്ന ആ ഓരോ വാക്കുകൾക്ക് പോലും അർത്ഥമുണ്ട്. ഹി വെന്റ് ഡൗൺ ടു ഈജിപ്റ്റ്, മിസ്രൈമിലേക്ക് ഇറങ്ങിപ്പോയെന്നാ ശരിക്കും പറഞ്ഞിരിക്കുന്നത്. അതൊരു ഇറങ്ങിപ്പോക്കാണ്. മിസ്രൈമിലേക്കുള്ള പോക്കെന്ന് പറയുന്നത് ഇറങ്ങിപ്പോക്കാണ്, കയറ്റമല്ല, ഇറക്കമാണ്.